determinant we have studied in the last class. Okay. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? വിത്തൗട്ട് എക്സ്പാൻഡിങ് പ്രൂവ് ദാറ്റ് ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലെ. നമുക്ക് ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഉപയോഗിച്ച് വേണം നമുക്ക് ഇതിന്റെ വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആവുന്ന കുറച്ച് കേസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെ കേസ് ആയിരുന്നു? ഒന്നെങ്കിൽ ഡിറ്റർമിനന്റിലെ ഏതെങ്കിലും ഒരു റോയോ ഒരു കോളമോ 0 എലമെന്റ് ആയിരിക്കണം അല്ലെ. ഫുൾ എലമെന്റ്സ് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആകും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയഗണൽ എലമെന്റ്സ് ഫുൾ 0 ആണെങ്കിലും നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 ആകും ആയിരുന്നല്ലോ. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഏത് പ്രോപ്പർട്ടി ആയിരുന്നു? ഒരു ഡിറ്റർമിനന്റിന്റെ 2 റോസ് ഈക്വൽ ആണെങ്കിലോ അല്ലെങ്കിൽ 2 കോളംസ് ഈക്വലോ ആണെങ്കിലോ നമ്മുടെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആയിരുന്നു. അതേപോലെ തന്നെ 2 റോസ് തമ്മിൽ പ്രൊപ്പോർഷണൽ ആയിരുന്നെങ്കിലോ 2 കോളംസ് തമ്മിൽ പ്രൊപ്പോർഷണൽ ആയിരുന്നെങ്കിലോ നമ്മുടെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആയിരുന്നു. ഇങ്ങനത്തെ കുറച്ച് കേസസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. അതിൽ ഏതെങ്കിലും ഒരു കേസിലോട്ട് ആക്കി നമുക്ക് ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിന്റെ വാല്യൂ 0 ആക്കാനുള്ള എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നോക്കേണ്ടത് ഏതെങ്കിലും ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഏതെങ്കിലും ഒരു റോ ഫുൾ 0 ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഒരു ചാൻസ് ഇവിടെ ഇല്ല അല്ലെ. ദെൻ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും 2 റോസിനെ നമുക്ക് സെയിം ആക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കാം. ഏതെങ്കിലും 2 റോസിനെയോ 2 കോളത്തിനെയോ സെയിം ആക്കാൻ ഒക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ ആണല്ലോ. ഇതിന് ഫസ്റ്റ് റോ എന്ന് കൺസിഡർ ചെയ്തേ. ഫസ്റ്റ് റോ x + y y + z z + x അല്ലെ. അതിന് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? xy അല്ലെ. അവിടെ z എന്ന് പറഞ്ഞ ഒരു നമ്പർ ആബ്സെന്റ് ആണ്. അതേപോലെ സെക്കൻഡ് എലമെന്റ് നോക്കാം y + z. അവിടെ x എന്ന് പറയുന്ന ഒരു നമ്പർ ആബ്സെന്റ് ആണ്. നെക്സ്റ്റ് z + x അവിടെ y എന്ന് പറയുന്ന ഒരു നമ്പർ ആബ്സെന്റ് ആണ് അല്ലെ. എന്നിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ഒരു x ആഡ് ചെയ്യണം. ഫസ്റ്റ് എലമെന്റിലൂടെ ഒരു z, സെക്കൻഡ് എലമെന്റിലൂടെ x ഉം തേർഡ് എലമെന്റിലൂടെ ഒരു y ആഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് റോ ഫുള്ള് സെയിം എലമെന്റ് ആക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യാൻ കഴിയുക? നമുക്ക് നമ്മുടെ എലമെന്ററി ഓപ്പറേഷൻ r1 ചേഞ്ചസ് ടു r1 + r2 എന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, r1 ചേഞ്ചസ് ടു r1 + r2 ചെയ്യുവാണ്. അങ്ങനെയാകുമ്പോൾ ഫസ്റ്റ് റോയിലെ എലമെന്റ്സിനുള്ള ചേഞ്ച് ഏതാണ്? ഫസ്റ്റ് റോ എലമെന്റ്സ് പ്ലസ് സെക്കൻഡ് റോ എലമെന്റ്സ് ആണ്. x + y + z അല്ലെ. x + y + z then y + z + x which is equal to x + y + z and the third element is also x + y + z. Okay, and the first row il namukku ezhudi. In second row ku third row ku change undo illa alle. And adeypole namukku ezhudam z x y. Okay, and the third row 1 1 1. Okay, നമുക്കിപ്പോ നമ്മുടെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് എല്ലാം സെയിം ആയിട്ട് വന്നു അല്ലെ. നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഏതെങ്കിലും ഒരു റോയിലെ ഫുൾ എലമെന്റ്സിനെ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൾട്ടിപ്പിളിനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. എന്താ സ്കെയിലർ k വെച്ചായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ആ ഒരു റോയിലെ ഫുൾ ആയിട്ട് kനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം അല്ലെ. അതേപോലെ നമുക്ക് നോക്കി ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സും x + y + z ആണ് അല്ലെ. നമുക്ക് x + y + z നെ നമുക്ക് പുറത്തോട്ട് എടുക്കാമല്ലോ. നമുക്ക് അന്നേരം x + y + z നെ ഫസ്റ്റ് റോയിൽ നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? x + y + z ഇൻറ്റു x + y + z 3 എലമെന്റിൽ നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു. അന്നേരം നമുക്ക് ബാലൻസ് വരുന്നത് എന്താണ്? 1 1 1. ഓക്കെ, then z x y then 1 1 1. നോക്കാം ഇതിന്റെ വാല്യൂ. ഈ ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്തായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. നമ്മൾ പഠിച്ച കുറച്ച് പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ഏത് പ്രോപ്പർട്ടിയാണ്? ഒരു ഡിറ്റർമിനന്റിന്റെ 2 റോസിന്റെ വാല്യൂസ് സെയിം ആണെങ്കിൽ നമുക്ക് ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 എന്ന് പറയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ ഈക്വൽ ടു 0 എന്ന് പറയാലോ. എന്താണ്? x + y + z ഇൻറ്റു 0 നമുക്ക് പറയാം. ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്തത്? നമ്മുടെ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്തു. നമ്മൾ അങ്ങനെ പഠിച്ച പ്രോപ്പർട്ടീസ് എല്ലാം യൂസ് ചെയ്താൽ നമുക്ക് 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഡിറ്റർമിനന്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? 2 റോസ് തമ്മിൽ ഈക്വൽ ആക്കാൻ നോക്കുക, അല്ലെങ്കിൽ 2 റോസ് തമ്മിൽ പ്രൊപ്പോർഷണൽ ആക്കാൻ നോക്കുക. അത് തന്നെ കോളത്തിന്റെ കേസിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ prove that x plus ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. prove that x a x plus a y b y plus b z c z plus c equal to 0. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടതുപോലെ തന്നെ നമുക്ക് ഇതിനെ 0 ആക്കാണ് വേണ്ടത് അല്ലെ. അങ്ങനെ ഇതിനെ 0 ആക്കാൻ
നമുക്ക് ചെയ്യേണ്ടത് ഏതാണ്? ഏതെങ്കിലും രണ്ട് റോസോ രണ്ട് കോളംസോ സെയിം ആക്കാൻ നോക്കുക, ഈക്വൽ ആക്കാൻ നോക്കുക. അങ്ങനെ നോക്കിക്കേ, നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആക്കാൻ കഴിയുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് റോയിനെ സെക്കൻഡ് റോയുടെ കൂടെ വല്ല മൾട്ടിപ്ലൈ ചെയ്താലോ ആഡ് ചെയ്താലോ നമുക്ക് അതിനെ ഈക്വൽ ആക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. എന്നാൽ നമുക്ക് ഇനി കോളം വൈസ് നോക്കാം. കോളം വൈസ് നോക്കിക്കേ, ഫസ്റ്റ് എക്സ് വൈ ഇസഡ് ആണ്, നെക്സ്റ്റ് എ ബി സി ആണ്, തേർഡ് എന്താണ് എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി ഇസഡ് പ്ലസ് സി ആണ് അല്ലെ. എന്നാൽ നോക്കിക്കേ, ഈ ഫസ്റ്റ് രണ്ട് കോളംസ് ആഡ് ചെയ്യുന്ന എലമെന്റ് ആണ് നമുക്ക് തേർഡ് കോളം ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചേഞ്ച് ഇവിടെ കൊണ്ടുവരാൻ പറ്റും? C1 ചേഞ്ചസ് ടു C1 പ്ലസ് C2 എന്ന് കൊടുക്കുക അല്ലെ. C1 ഉള്ള ചേഞ്ച് എന്താണ്? C1 കൂടെ C2 ആഡ് ചെയ്യുവാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചേഞ്ചസ് ഒന്ന് പറഞ്ഞേ. C1 ന്റെ വാല്യൂ എന്താ? എക്സ് പ്ലസ് എ വരും, വൈ പ്ലസ് ബി വരും, ഇസഡ് പ്ലസ് സി വരും അല്ലെ. സെക്കൻഡ് കോളത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. എ ബി സി. ഓക്കെ, ദെൻ തേർഡ് കോളത്തിന് ചേഞ്ച് ഉണ്ടോ? ഇല്ല അല്ലെ. അതുപോലെ തന്നെ എഴുതാണ് എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി ഇസഡ് പ്ലസ് സി. ഓക്കെ ആണല്ലോ. ഇപ്പൊ നോക്കാം, ഇപ്പൊ നമുക്ക് രണ്ട് കോളംസ് തമ്മിൽ ഈക്വൽ ആണ് അല്ലെ. രണ്ട് കോളംസ് തമ്മിൽ ഈക്വൽ ആണ് ഒരു ഡിറ്റർമിനന്റിന്റെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താവും? ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് രണ്ട് സ്റ്റെപ്പിലൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആൻസർ കിട്ടിയ അല്ലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അല്ലാതെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കുക. എന്തോ മാത്രം നമുക്ക് സ്റ്റെപ്സ് ആവശ്യമായിരുന്നു അല്ലെ. ഫസ്റ്റ് എലമെന്റ് അതിരിക്കുന്ന റോ കോളം വായിച്ചു, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് എടുത്തു, അങ്ങനെ കുറെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്സ് ലെങ്തി സ്റ്റെപ്സ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഡിറ്റർമിനന്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത് സെയിം പോലെ തന്നെ ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അതിനെ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിന്റെ റോസ് എല്ലാം സീറോസ് ആവുക, ഏതെങ്കിലും ഒരു റോ ഫുൾ 0 ആവുക, അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് റോസോ രണ്ട് കോളംസോ തമ്മിൽ ഈക്വൽ ആവുക അല്ലെ. നമുക്ക് ഈക്വൽ ആക്കാൻ ഒപ്പോ നോക്കാം. നമ്മുടെ ഫസ്റ്റ് റോ എ മൈനസ് ബി, ബി മൈനസ് സി, സി മൈനസ് എ, നെക്സ്റ്റ് ബി മൈനസ് സി, സി മൈനസ് എ, എ മൈനസ് ബി, സി മൈനസ് എ, എ മൈനസ് ബി, ബി മൈനസ് സി. ഏതെങ്കിലും റോസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു റോ കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. നമുക്ക് ഫസ്റ്റ് ചെയ്ത് നോക്കാം. R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 ചെയ്ത് നോക്കാം. R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 എന്ത് വരും? ഫസ്റ്റ് റോയ്ക്കാണ് ചേഞ്ച് വരുന്നത്. എന്താണ്? എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി അല്ലെ. മൈനസ് ബി പ്ലസ് ബി യുടെ ക്യാൻസൽ ആയി പോയി ബാക്കി നമുക്ക് വരുന്നത് എ മൈനസ് സി വരും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? ബി മൈനസ് സി പ്ലസ് സി മൈനസ് എ ആണ്. അവിടെ സി മൈനസ് സി പ്ലസ് സിയുടെ ക്യാൻസൽ ആയി ബാക്കി വരിക ബി മൈനസ് എ വരും. നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? സി മൈനസ് എ പ്ലസ് എ മൈനസ് ബി ആണ്. മൈനസ് എ പ്ലസ് എ ക്യാൻസൽ ആയി പോയി ബാക്കി എന്ത് വരും? സി മൈനസ് ബി വരും അല്ലെ. സെക്കൻഡ് റോയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ വരുന്നു ബി മൈനസ് സി, സി മൈനസ് എ ആൻഡ് എ മൈനസ് ബി. ഓക്കെ, തേർഡ് റോയ്ക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല അല്ലെ. അതേപോലെ വരുന്നു സി മൈനസ് എ മൈനസ് ബി, ബി മൈനസ് സി. ഓക്കെ ആണല്ലോ. ഇനി ഒന്ന് നോക്കിക്കേ, നമ്മുടെ ഏതെങ്കിലും റോകൾ തമ്മിൽ ഈക്വൽ ആയിട്ട് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇക്വാലിറ്റി തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ, ചെറിയ ഒരു സാമ്യം തോന്നുന്നുണ്ട്. എന്താണ്? ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ എന്തൊക്കെയോ സാമ്യങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് തേർഡ് റോയിൽ നിന്ന് ഒരു നെഗറ്റീവ് മൈനസ് സൈൻ കോമൺ എടുത്ത് നോക്കാം. എന്താണ്? എ മൈനസ് സി, ബി മൈനസ് എ, സി മൈനസ് ബി, ദെൻ ബി മൈനസ് സി, സി മൈനസ് എ മൈനസ് ബി. ആൻഡ് തേർഡ് റോയിൽ ഒരു നെഗറ്റീവ് സൈൻ പുറത്തോട്ട് നോക്കാം. എ മൈനസ് സി എന്ന് വരും അല്ലെ. നെക്സ്റ്റ് എലമെന്റ് എന്ത് വരും? ബി മൈനസ് എ വരും. അടുത്തത് മൈനസ് ഓഫ് സി മൈനസ് ബി എന്ന് വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി തേർഡ് റോ എന്ന് നോക്കാം. തേർഡ് റോയിൽ -1 ഇൻറ്റു എ മൈനസ് സി ആണ്, -1 ഇൻറ്റു ബി മൈനസ് എ ആണ്, -1 ഇൻറ്റു സി മൈനസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് റോയിൽ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. കോൺസ്റ്റന്റ് വാല്യൂ എന്താണ്? -1 ആണ്. അങ്ങനെയാണെങ്കിൽ -1 നമുക്ക് പുറത്തോട്ട് എടുക്കാം. എന്താണ്? -1 ഇൻറ്റു ഡിറ്റർമിനന്റ് എ മൈനസ് സി, ബി മൈനസ് എ, സി മൈനസ് ബി, ബി മൈനസ് സി, സി മൈനസ് എ മൈനസ് ബി, എ മൈനസ് സി, ബി മൈനസ് എ, സി മൈനസ് ബി. ഇനി നോക്കാം, നമ്മുടെ രണ്ട് റോസ് തമ്മിൽ ഈക്വൽ ആണ് അല്ലെ. ഫസ്റ്റ് റോയും തേർഡ് റോയും ഈക്വൽ ആണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ ഈ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 ആണ്. -1 into 0 which equal to 0.
ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ ചെയ്തത് ആദ്യം ചെയ്ത അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു റോയിനെ വേറൊരു റോയായിട്ട് ഈക്വൽ ആക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്തത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറെ ഒരു രീതിയിലൂടെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ R1 ചേഞ്ച് കൊടുക്കുകയാണ്. R1 ഉള്ള ചേഞ്ച് നോക്കാം. R1 changes to R1 plus R2 plus R3 ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു റോയോ ഒരു കോളമോ ഫുൾ 0 ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെന്ന് പറയാൻ പറ്റും അല്ലെ. നോക്കാം. R1 plus R2 plus R3 ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ എന്തായിരിക്കും വരിക? A minus B plus B minus C plus C minus A. അതിന്റെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലെ. എന്ത് വരും? 0. സെക്കൻഡ് എലിമെന്റ് എന്ത് വരും? B minus C plus C minus A plus A minus B, which is also 0, and the third element is also 0. And the second row ക്കും third row ക്കും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ B minus C, C minus A minus B, then C minus A minus B, and B minus C. ഏതെങ്കിലും ഒരു ഡിറ്റർമിനന്റിന്റെ ഒരു റോ ഫുൾ ആയിട്ട് 0 വരുവാണെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് എങ്ങനെയായാലും നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഷോ ദാറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഈക്വൽ ടു ABC 1 plus 1 by A plus 1 by B plus 1 by C എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്, ഷോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡിറ്റർമിനന്റിൽ നിന്ന് ABC എന്ന വാല്യൂസ് നമുക്ക് ആദ്യമേ ഡിറൈവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാവുന്നതല്ലേ വേണ്ടത്. നമുക്ക് അങ്ങനെ ഏതെങ്കിലും റോയിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്താലേ നമുക്ക് ABC എന്ന് പറഞ്ഞ വാല്യൂസ് കിട്ടത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് റോയിൽ നോക്കാം. ഫസ്റ്റ് റോയിൽ നമുക്ക് A ഉണ്ട്, സെക്കൻഡ് റോയിൽ നമുക്ക് B ഉണ്ട്, തേർഡ് റോയിൽ നമുക്ക് C ഉണ്ട്. പക്ഷെ എല്ലാ എലിമെന്റ്സിലും Aയും Bയും Cയും ഉണ്ടോ? ഇല്ല അല്ലേ. എന്നാൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയായാലും നമ്മൾ Aയും Bയും Cയും കോമൺ എടുക്കാം. നോക്കാം. ഫസ്റ്റ് റോയിൽ നിന്ന് ഞാൻ A കോമൺ എടുക്കാണ്. A കോമൺ എടുക്കുമ്പോൾ എനിക്ക് വരുന്നത് എന്താണ്? 1 plus A എന്ന് ഞാൻ A കോമൺ എടുക്കുന്നു. 1ൽ A ഉണ്ടോ? ഇല്ല അല്ലേ. അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? 1നെ A കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 by A plus 1 എന്നാകും. നോക്കാം. 1 by A into A എന്താണ് കിട്ടുക? 1 by A into A equal to 1 ആണ് അല്ലേ. അന്നേരം 1ൽ നിന്ന് A എടുക്കാന്ന് വെച്ചാൽ ഒരു A കൊണ്ട് ഡിവൈഡ് ചെയ്യാനേ വരുന്നുള്ളൂ കേട്ടോ. അന്നേരം 1 by A plus 1 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 1നെ 1 by A ആകും, അടുത്തതും 1 by A ആകും. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് റോയിൽ നമ്മൾ ബിനെ കോമൺ എടുക്കാണ്. ബി കോമൺ എടുക്കുമ്പോൾ നമ്മുടെ 1 by B ആകും. നെക്സ്റ്റ് 1 by B plus 1 ആകും. അടുത്തത് എന്താവും? 1 by B ആകും. ഓക്കെ, അതേപോലെ തന്നെ തേർഡ് റോയിൽ നിന്ന് നമ്മൾ സിനെ കോമൺ എടുക്കാണ്. സിനെ കോമൺ എടുക്കുമ്പോൾ 1 by C ആകും. 1 by C plus 1 എന്നാകും. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ റോസിനെ എല്ലാം കൂടെ കൂട്ടുക. ഓക്കെ, R1 changes to R1 plus R2 plus R3. Okay, R1 changes to R2 plus R3. എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ABC വേണം, അതേപോലെ തന്നെ 1 plus 1 by A plus 1 by B plus 1 by C വേണം അല്ലേ. നോക്കാം. R1 plus R2 plus R3 നമ്മുടെ എലമെന്റ് എന്താ വരിക? R1 ചേഞ്ച് ചെയ്യുന്നത് 1 plus 1 by A plus 1 by B plus 1 by C എന്ന രീതിയിലോട്ടാണ് മാറുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ മൂന്നെണ്ണത്തെയും കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ABC അവിടെ തന്നെയുണ്ട്, അതിനെ എഴുതാൻ മറക്കരുത്. 1 plus 1 by A plus 1 by B plus 1 by C ഉണ്ട്. നെക്സ്റ്റ് എലമെന്റ് അതേപോലെ തന്നെ 1 plus 1 by A plus 1 by B plus 1 by C ഉണ്ട്. തേർഡ് എലമെന്റും അതേപോലെ തന്നെ 1 plus 1 by A plus 1 by B plus 1 by C. ഓക്കെ ആണല്ലോ. സെക്കൻഡ് റോയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അങ്ങനെ നമ്മൾ അതേപോലെ തന്നെ 1 by B plus 1 by B. ഓക്കെ, തേർഡ് റോയ്ക്കും അതേപോലെ ചേഞ്ച് ഇല്ല. 1 by C ആണ്.
1/c ആണ്, 1/c + 1 ആണ്. ഓക്കെ ആണല്ലോ. നേരം നമുക്ക് ഡിറ്റർമിനന്റ് കിട്ടി. ഇനി നോക്കാം, ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സും സെയിം ആണ്, നമുക്ക് അതിനെ നമുക്ക് കോമൺ എടുക്കാം അല്ലേ. ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സും സെയിം ആയപ്പോൾ തന്നെ നമുക്ക് കോമൺ എടുക്കാം. a b c 1 + 1/a + 1/b + 1/c ഇൻറ്റു നമ്മുടെ ഡിറ്റർമിനന്റ് ബാക്കി എന്തുണ്ട്? 1 1 1 1/b 1/b + 1 നെക്സ്റ്റ് 1/b 1/c 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 + 1. ഓക്കെ ആണല്ലോ. നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഡിറ്റർമിനന്റിലെ ക്വസ്റ്റ്യൻസ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്ക് 1 1 1 കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എലമെന്റ്സിനെ 0 ആക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ എലമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ച് മാക്സിമം നമ്പേഴ്സിനെ 0 ആക്കാനായിട്ട് നോക്കാം. നമുക്ക് ഇതിലെ മാക്സിമം നമ്പേഴ്സിനെ 0 ആക്കാനാണ് വേണ്ടത്. നോക്കി, ഇതിലെ 1 1 1നെ നമുക്ക് 0 ആക്കണം. ഏത് രണ്ടെണ്ണത്തിനെ നമുക്ക് 0 ആക്കാം അല്ലെ. ഫസ്റ്റ് കോളത്തിനെ ഉപയോഗിച്ച് നമുക്ക് സെക്കൻഡ് കോളത്തിലെയും തേർഡ് കോളത്തിലെയും 1നെ നമുക്ക് 0 ആക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മുടെ എലമെന്ററി ഓപ്പറേഷൻ എന്താ വരിക? c2 changes to c2 - c1. അതേപോലെ തന്നെ c3 changes to c3 - c1. ഓക്കെ ആണോ? ഇത് നമ്മൾ എന്താ ചെയ്യുക? ഇതെല്ലാ ക്വസ്റ്റ്യൻസിനും ഇതേപോലെ തന്നെയാണ് നോക്കേണ്ടത്. മാക്സിമം എലമെന്റ്സിനെ 0 ആക്കാനായിട്ട് നോക്കുക. 1 1 1 വന്നു കഴിഞ്ഞാൽ 1നെ മാക്സിമം 0 ആക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിനെ 0 ആക്കാൻ പറ്റും. c1 ഉപയോഗിച്ച് c2നെയും c3നെയും 0 ആക്കാം. ഇതാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് ഒന്നുമില്ല. 1 1/b 1/c ആണ്. c2യുടെ ചേഞ്ച് എന്താണ്? c2ൽ നിന്ന് c1നെ കുറയ്ക്കുക. 1 - 1 = 0 ആണ്. 1/b + 1 - 1/b = 1 ആണ്. 1/b - 1/b sorry 1/c - 1/c = 0 ആണ്. ഇനി തേർഡ് കോളം നോക്കാം. c3 - c1 ആണ്. 1 - 1 = 0 കിട്ടും. 1/b - 1/b = 0 വരും. 1/c + c sorry 1/c + 1 - 1/c = 1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഇത് ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ എഴുതാൻ മറക്കരുത്. a b c 1 + 1/a + 1/b + 1/c. ഓക്കെ ആണല്ലോ. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാക്സിമം 0 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് നമുക്ക് വാല്യൂസ് കാണാം. ഓക്കെ, a b c 1 + 1/a + 1/b + 1/c. ഡിറ്റർമിനന്റ് നോക്കാം. ഇവിടെ മാക്സിമം 0s ഉള്ള റോ ഉപയോഗിച്ചാണ് നമ്മൾ ഡിറ്റർമിനന്റ് കാണുവാണ്. ഫസ്റ്റ് റോ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 ഇൻറ്റു എന്താണ് 1 × 1 - 0 എന്ന് കിട്ടും അല്ലെ. വിച്ച് ഈക്വൽ ടു abc 1 + 1/a + 1/b + 1/c × 1 അല്ലെ. വിച്ച് ഈക്വൽ ടു എന്താണ് abc 1 + 1/a + 1/b + 1/c. നമുക്ക് കിട്ടേണ്ട ആൻസർ കിട്ടിയല്ലോ. നമ്മൾ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത് അല്ലേ. നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കാം. നമുക്ക് =0 എന്ന് കിട്ടാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഏതെങ്കിലും രണ്ട് റോസിനെയോ രണ്ട് കോളംസിനെയും ഈക്വൽ ആക്കാൻ പറ്റുമോ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റോയിനെയോ കോളത്തിനെയോ ഫുൾ 0s ആക്കാൻ പറ്റുമോ നോക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ 1 1 1 എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കോമൺ എടുത്ത് കഴിയുമ്പോൾ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫുള്ള് മാക്സിമം 0s ആക്കാനായിട്ട് നോക്കാം. മാക്സിമം എലമെന്റ്സിനെ 0s ആക്കാൻ നോക്കുക. പിന്നെ 3 എണ്ണത്തിൽ 2 എണ്ണത്തിനെങ്കിലും 0 ആക്കാൻ നോക്കുക. ബാക്കി നമുക്ക് ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ 5th ക്വസ്റ്റ്യൻ നോക്കുക. ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു a - b b - c c - a എന്നുള്ള രീതിയിൽ വരാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്ത് എങ്ങനെയായിരുന്നു? 1 1 1 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മാക്സിമം എലമെന്റ്സിനെ 0 ആക്കാനായിട്ട് നോക്കുക അല്ലെ. ഇവിടെ കാണേ 1 1 1 വന്നിട്ടുണ്ട് അല്ലെ. അത് നമ്മൾ മാക്സിമം എലമെന്റ്സിനെ 0 ആക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് റോ ഉപയോഗിച്ച് സെക്കൻഡ് റോയിനും തേർഡ് റോയിനും നമുക്ക് 0 ആക്കാം ആണല്ലോ. ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? r2 changes to r2 - r1 ചെയ്യാം. അതേപോലെ തന്നെ r3 changes to r3 - r1 ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 1നെ നമുക്ക് 0 ആക്കാനായിട്ട് നോക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ അതേപോലെ തന്നെ എഴുതി 1a² സെക്കൻഡ് നമുക്ക് എന്താണ് r2 - r1 എന്താണ് 1 - 1 വരുമ്പോൾ 0 ആകും. നെക്സ്റ്റ് എന്താണ് b - a വരും. നെക്സ്റ്റ് എന്താണ് b² - a² ഉണ്ട്.
അടുത്ത തേർഡ് റോയുടെ കാര്യം വരുമ്പോഴും 0 c മൈനസ് a c സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്നാകും. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇനി നോക്കാം, നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ച് നമുക്ക് വേണ്ടത് ഏതൊക്കെയായിരുന്നു? b മൈനസ് a വേണം, c മൈനസ് a വേണം, അതേപോലെ തന്നെ a മൈനസ് b വേണം അല്ലെ. നോക്കാം, നമുക്ക് ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാലോ. 1a a സ്ക്വയർ 0 b മൈനസ് a b സ്ക്വയർ മൈനസ് a സ്ക്വയർ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? b മൈനസ് a ഇൻറ്റു b പ്ലസ് a ആണല്ലോ. b മൈനസ് a ഇൻറ്റു b പ്ലസ് a എന്ന് എഴുതാം. അടുത്ത തേർഡ് റോയ്ക്ക് 0 c മൈനസ് a ഇൻറ്റു c പ്ലസ് a എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തേ, സെക്കൻഡ് റോയിൽ നിന്ന് നമുക്ക് b മൈനസ് a കോമൺ എടുക്കാൻ പറ്റുമോ? എല്ലാ എലമെന്റ്സിനെയും b മൈനസ് a യുടെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ തേർഡ് റോയിനെ c മൈനസ് a കോമൺ ആയിട്ട് എടുക്കാം അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കും, 0നെ നമുക്ക് b മൈനസ് യുടെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റുമോ? പറ്റും അല്ലെ. b മൈനസ് a ഇൻറ്റു 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സെക്കൻഡ് റോയിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് b മൈനസ് a കോമൺ എടുക്കാം. തേർഡ് റോയിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് c മൈനസ് a കോമൺ എടുക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് കോമൺ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? b മൈനസ് a നമ്മൾ കോമൺ എടുത്തു, അതേപോലെ തന്നെ c മൈനസ് a കോമൺ എടുത്തു. ഓക്കെ, ഇനി ബാക്കി ഡിറ്റർമിനന്റ് നോക്കാം. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, 1a a സ്ക്വയർ, ദെൻ 0 b മൈനസ് a നമ്മൾ അവിടുന്ന് കോമൺ എടുത്തു, ശേഷം വരുന്നത് 1 ആണ്, ദെൻ b പ്ലസ് a അല്ലെ. തേർഡ് എലമെന്റിൽ b പ്ലസ് a ആണ് വരിക. ഓക്കെ ആണല്ലോ? ഈ തേർഡ് റോ നോക്കാം. തേർഡ് റോയിൽ 0 c മൈനസ് a കോമൺ എടുത്താൽ 1 ആണ്, തേർഡ് എലമെന്റ് c പ്ലസ് a ആണ്. ഓക്കെ ആണല്ലോ? ഇനി ഇപ്പൊ നമുക്ക് നമ്മുടെ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് കാൽക്കുലേഷൻ നടത്താമല്ലോ. എങ്ങനെയാണ്? ഫസ്റ്റ് കോളത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ളത് ഫസ്റ്റ് കോളത്തിലാണ്. നമ്മൾ ഫസ്റ്റ് കോളം അനുസരിച്ച് നമ്മൾ നമ്മുടെ ഡിറ്റർമിനന്റ് കാണുകയാണ്. c മൈനസ് a 1 ഇൻറ്റു എന്താണ്? 1 നിൽക്കുന്ന റോയിൽ കോളം മാറ്റി ബാക്കിയുള്ളത് 1 ഇൻറ്റു c പ്ലസ് a മൈനസ് b പ്ലസ് a അല്ലെ, b പ്ലസ് a ആണ്. ഓക്കെ, അതായത് നമുക്ക് എന്താണ് കിട്ടിയത്? എയും സോറി ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. b മൈനസ് a ഇൻറ്റു c മൈനസ് a ഇൻറ്റു എന്താണ് വരുന്നത്? c പ്ലസ് a മൈനസ് b മൈനസ് a ആണല്ലോ. പ്ലസ് a മൈനസ് a ക്യാൻസൽ ആയി, b മൈനസ് a ഇൻറ്റു c മൈനസ് a ഇൻറ്റു c മൈനസ് b എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? നമുക്ക് എന്തായിരുന്നു നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടുന്നത് a മൈനസ് b ഇൻറ്റു b മൈനസ് c ഇൻറ്റു c മൈനസ് a എന്നായിരുന്നു വേണ്ടത്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം, നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? b മൈനസ് a c മൈനസ് a c മൈനസ് b എന്നാണ് അല്ലെ. നമുക്ക് ഈ b മൈനസ് a ഒരു മൈനസ് കോമൺ എടുക്കാം, മൈനസ് a മൈനസ് b ആകും. അതേപോലെ തന്നെ c മൈനസ് a നമുക്ക് വേണ്ടുന്നതാണ്, അതായത് c മൈനസ് a കിടക്കട്ടെ. അടുത്തത് നമുക്ക് b മൈനസ് e ആയിരുന്നു വേണ്ടത്, അവിടെ നിന്ന് ഒരു മൈനസിനെ നമ്മൾ കോമൺ എടുത്തു, b മൈനസ് c. ഇങ്ങനെ നമുക്ക് കിട്ടും. മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ആകും. ശേഷം നമുക്ക് വരുന്നത് a മൈനസ് b മൈനസ് c. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെ, c മൈനസ് a. ഓക്കെ ആണല്ലോ? നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? മാക്സിമം 1നെ നമ്മൾ സീറോസ് ആക്കാനായിട്ട് നോക്കി. 0 ആക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി നമ്മൾ ചെയ്തു. ഓക്കെ ആണല്ലോ? നമുക്ക് നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എന്താണ്? ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ കാണാൻ പറഞ്ഞേക്കുന്നത് x പ്ലസ് y പ്ലസ് z ഇൻറ്റു x മൈനസ് y, y മൈനസ് z മൈനസ് x എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതിനനുസരിച്ച് വേണം നമുക്ക് ഏത് റോ വേണം സെലക്ട് ചെയ്യാന്നുള്ളത് ആലോചിക്കാം. ഇവിടെ നമുക്ക് നോക്കാം, ഒരു കോളം ഫുള്ള് 1 ആണ് അല്ലെ. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 ആയിട്ട് വരികയാണെങ്കിൽ മാക്സിമം 1നെ നമുക്ക് 0 ആക്കാൻ നോക്കണം. ഓക്കെ ആണല്ലോ? ഞാൻ അന്നേരം R3നെ 1 ആക്കി വെച്ചുകൊണ്ട് ബാക്കി 2നെ ഞാൻ 0 ആക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, എന്നിട്ട് നോക്കാം, നമുക്ക് വേണ്ടത് x മൈനസ് y, y മൈനസ് z മൈനസ് x ആണ് അല്ലെ. ഈ 3 എലമെന്റ്സിലെ ഏതെങ്കിലും എലമെന്റ്സ് നമുക്ക് ഇവിടെ ഫോം ചെയ്യണം. നോക്കാം, x മൈനസ് y കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? R1നെ R1 മൈനസ് R2 എന്നാക്കണം അല്ലെ. അതിന് നമുക്ക് x മൈനസ് y കിട്ടും. അതേപോലെ തന്നെ y മൈനസ് z കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? R2 മൈനസ് R3 ചെയ്താൽ മതി അല്ലെ. അങ്ങനെ ആകുമ്പോൾ 2 എലമെന്റ്സ് 0 ആകും, ഒരു എലമെന്റ് 1 ആയിട്ട് റിമൈൻ ചെയ്യും അല്ലെ. നമുക്ക് എങ്ങനെ ചെയ്യാം? എങ്ങനെയാണ്? R1 ചേഞ്ചസ് ടു R1 മൈനസ് R2 ആണ്. അതേപോലെ തന്നെ R2 y മൈനസ് z ആണ് കിട്ടേണ്ടത് അല്ലെ. R2 ചേഞ്ചസ് ടു R2 മൈനസ് R3 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ? അതിന് ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഉണ്ട്, സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഉണ്ട്. ഓക്കെ, അതിന് ഫസ്റ്റ് റോയുടെ ചേഞ്ച് നോക്കാം.
r1 changes to r1 minus r2, which means 1 minus 1, which equal to 0 ആണ്. x minus y, which equal to x minus y, and x cube minus y cube. Okay ആണല്ലോ, x cube minus y cube. നമ്മുടെ സെക്കൻഡ് റോയുടെ ചേഞ്ച് എന്താണ്? r2 minus r3 അല്ലേ? r2 minus r3, which equal to 1 minus 1, which equal to 0 ആണ്. y minus z, then എന്താണ്? y cube minus z cube, y cube minus z cube. ഓക്കെ, ഇനി r3 ക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല അല്ലേ? r3 നമ്മൾ അതേപോലെ തന്നെ എടുക്കും, 1 z cube. ഓക്കെ ആണല്ലോ, നമ്മൾ അന്നേരം നമ്മുടെ ഡിറ്റർമിനന്റ് എലിമെന്ററി ഓപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് നോക്കാം x ക്യൂബ് മൈനസ് y ക്യൂബ്. അതിനെ നമുക്ക് പഠിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു അല്ലേ? ഏതായിരുന്നു? a ക്യൂബ് മൈനസ് b ക്യൂബ്. എന്താണ് ഐഡന്റിറ്റിയുടെ വാല്യൂ? എന്താണ്? a മൈനസ് b ഇൻറ്റു a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ. ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? a ക്യൂബ് മൈനസ് b ക്യൂബ് എന്നൊരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ ഐഡന്റിറ്റി നമുക്ക് ഇവിടെ x ക്യൂബ് മൈനസ് y ക്യൂബിനും y ക്യൂബ് മൈനസ് z ക്യൂബിനും കൊടുക്കാലോ. എന്തിനാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്? നമുക്ക് അവിടെ x മൈനസ് y എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കോമൺ എടുക്കണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ആ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക എന്തൊക്കെയാണ്? 0 x മൈനസ് y, x ക്യൂബ് മൈനസ് y ക്യൂബ്, അതെന്താവും? x മൈനസ് y ഇൻറ്റു x സ്ക്വയർ പ്ലസ് xy പ്ലസ് y സ്ക്വയർ ആണല്ലോ. ഇങ്ങനെയാണല്ലോ. അതേപോലെ തന്നെ സെക്കൻഡ് റോയിൽ y ക്യൂബ് മൈനസ് z ക്യൂബിന് നമുക്ക് a ക്യൂബ് മൈനസ് b ക്യൂബ് എന്നുള്ള രീതിയിൽ കൊടുക്കാം, ഈക്വൽ ടു y മൈനസ് z. എന്താണ്? y മൈനസ് z ഇൻറ്റു y സ്ക്വയർ പ്ലസ് yz പ്ലസ് z സ്ക്വയർ. ഓക്കെ, സെക്കൻഡ് റോയ്ക്ക് നമ്മൾ ആ ചേഞ്ച് കൊടുത്തു. തേർഡ് റോ നമുക്ക് അതേപോലെ തന്നെ എഴുതാം, 1 z ക്യൂബ്. ഓക്കെ ആണല്ലോ, 1 z ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് x മൈനസ് y നെ y മൈനസ് z നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോയിൽ നിന്ന് കോമൺ എടുക്കാം അല്ലേ? ഫസ്റ്റ് റോയിൽ നിന്ന് x മൈനസ് y എടുക്കുക, സെക്കൻഡ് റോയിൽ നിന്ന് y മൈനസ് z എടുക്കുക, ഈക്വൽ ടു x മൈനസ് y ഇൻറ്റു y മൈനസ് z ഇൻറ്റു എന്താണ് ബാക്കിയുള്ളത്? 0 ഉണ്ട്. ഫസ്റ്റ് റോയിൽ നിന്ന് x മൈനസ് y കോമൺ എടുക്കുമ്പോൾ സെക്കൻഡ് എലമെന്റ് 1 ആകും. ആൻഡ് തേർഡ് എലമെന്റ് എന്താവും? x സ്ക്വയർ പ്ലസ് xy പ്ലസ് y സ്ക്വയർ ആകും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ സെക്കൻഡ് റോയിൽ നമ്മൾ y മൈനസ് z നെ കോമൺ എടുത്തു അല്ലേ? ഇത് എന്താവും? 0 1 ആൻഡ് y സ്ക്വയർ പ്ലസ് yz പ്ലസ് z സ്ക്വയർ ആകും. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് റോ അതുപോലെ തന്നെ 1 z ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇങ്ങനെ നമുക്ക് മാക്സിമം എലമെന്റ്സിനെ 0 ആക്കി സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് സാധാരണ ഡിറ്റർമിനന്റ് ചെയ്യുക അല്ലെ? ഡിറ്റർമിനന്റ് അലോൺ ഏതാണ് നമ്മൾ ചെയ്യുക? ഫസ്റ്റ് കോളം ആണ് ചെയ്യുന്നത്. കാര്യം എന്താണ്? ഫസ്റ്റ് കോളത്തിൽ 2 സീറോസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോളം ഉപയോഗിച്ച് നമുക്ക് ഡിറ്റർമിനന്റ് കാണാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ വാല്യൂ എന്താണ് വരിക? x മൈനസ് y ഇൻറ്റു y മൈനസ് z ഇൻറ്റു ഫസ്റ്റ് കോളം വെച്ച് ചെയ്യുകയാണ്. ഫസ്റ്റ് കോളം വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു എന്ത് വരും? പ്ലസ് മൈനസ് പ്ലസ്, പ്ലസ് മൈനസ് പ്ലസ് ആണ്. 1 ഇൻറ്റു നമ്മൾ കോളം വെച്ചാണല്ലേ ചെയ്യുന്നത്, പ്ലസ് മൈനസ് പ്ലസ് ആണ്. 1 ഇൻറ്റു 0 ഇൻറ്റു 0 അതൊന്നും നമുക്ക് ആവശ്യമില്ല അല്ലെ? നമുക്ക് ബാലൻസ് ഉള്ള 1 വെച്ച് തന്നെ ചെയ്യാം. പ്ലസ് 1 ഇൻറ്റു അത് നിൽക്കുന്ന റോയും കോളവും മാറ്റി ബാക്കി എന്തുണ്ട്? y സ്ക്വയർ പ്ലസ് yz പ്ലസ് z സ്ക്വയർ ഉണ്ട്, മൈനസ് x സ്ക്വയർ പ്ലസ് xy പ്ലസ് y സ്ക്വയർ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. x മൈനസ് y ഇൻറ്റു y മൈനസ് z ഇൻറ്റു y സ്ക്വയർ പ്ലസ് yz പ്ലസ് z സ്ക്വയർ മൈനസ് x സ്ക്വയർ പ്ലസ് മൈനസ് xy മൈനസ് y സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നമുക്ക് y സ്ക്വയർ ടേം നമ്മൾ ക്യാൻസൽ ചെയ്യാം. y സ്ക്വയർ ക്യാൻസൽ ആയി. ബാക്കിയുടെ നമുക്ക് എന്തുണ്ട്? ഈക്വൽ ടു x മൈനസ് y ഇൻറ്റു y മൈനസ് z ഇൻറ്റു ബാക്കി നമുക്ക് എന്താണുള്ളത്? y സ്ക്വയർ ടേം ക്യാൻസൽ ആയി, ബാക്കി yz ഉണ്ട്. അതേപോലെ തന്നെ പ്ലസ് z സ്ക്വയർ മൈനസ് x സ്ക്വയർ ഉണ്ട്, ബാക്കി മൈനസ് xy ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇത്രയും ഉണ്ട്. ഇനി നമുക്ക് സ്ക്വയർ ടേംസ് തമ്മിൽ അടുപ്പിച്ച് എഴുതാം. ഈക്വൽ ടു x മൈനസ് y ഇൻറ്റു y മൈനസ് z ഇൻറ്റു x സ്ക്വയർ ടേംസ് അടുപ്പിച്ച് എഴുതുമ്പോൾ x സ്ക്വയർ മൈനസ് z സ്ക്വയർ മൈനസ് x സ്ക്വയർ പ്ലസ് yz മൈനസ് xy എഴുതുക അല്ലേ? ഇതിനെ ഞാനൊരു സെപ്പറേറ്റ് ബ്രാക്കറ്റിൽ കൊടുക്കും.
ഓക്കെ ആണ്. നമുക്കിപ്പോൾ z² - x² ഏത് ഐഡന്റിറ്റി ആണ്? a² - b² എന്ന ഐഡന്റിറ്റി ഈക്വൽ ടു എന്താണ്? a + b * a - b ആണ് അല്ലേ? ഈ ഒരു ഐഡന്റിറ്റി നമുക്ക് കൊടുക്കാലോ. z² - x² നെ നമുക്ക് എങ്ങനെ എഴുതാം? z - x z + x കൊടുക്കാം അല്ലേ? x - y z എന്താണ് മാറ്റുന്നത്? z - x z + x പ്ലസ് നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? ഇവിടെ നോക്കുക yz - xy. അവിടുന്ന് രണ്ടിനും നമുക്ക് y കോമൺ ആയിട്ട് എടുക്കാം അല്ലേ? y z - x. ഓക്കെ ആണല്ലോ. നമുക്ക് ബാക്കി എലമെന്റ്സ് അതേപോലെ എഴുതാം. x - y z നോക്കാം. ഇതൊരു ടേം, ഇത് വേറൊരു ടേം ആണ് അല്ലേ? ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് എന്തുണ്ട്? z - x ഉണ്ട് അല്ലേ? z - x ഞാൻ അവിടുന്ന് കോമൺ എടുത്തു. z - x കോമൺ എടുത്തു. ബാക്കി ഫസ്റ്റ് എലമെന്റ് എന്താണ്? z + x ഉണ്ട്. z + x. നെക്സ്റ്റ് എലമെന്റ് y ഉണ്ട് +y. ഓക്കെ ആണല്ലോ. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എന്താണ്? x - y z x + y + z. ഓക്കെ ആണോ? ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. നോക്കിക്കേ, നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്തായിരുന്നു? x + y + z x - y y - z z - x. നമുക്ക് കറക്റ്റ് ആൻസർ ആണല്ലോ കിട്ടിയത്. നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടേണ്ട വാല്യൂസ് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ റോ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നിരിക്കും. നമ്മൾ മെട്രിക്സ് ഓപ്പറേഷനിൽ പറഞ്ഞിരുന്നു, റോ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ റോ മാത്രമായിട്ട് ചെയ്യുക, കോളം ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ കോളം മാത്രമായിട്ട് ചെയ്യുക. പക്ഷെ നമ്മളിവിടെ ഡിറ്റർമിനന്റ് ചെയ്തപ്പോൾ റോയും ഉപയോഗിച്ചു, അതേപോലെ തന്നെ കോളം ഉപയോഗിച്ചു അല്ലെ? ഇവിടെ കോളം ഉപയോഗിച്ചു, ഇവിടെ കോളം ഉപയോഗിച്ചാണ് ഡിറ്റർമിനന്റ് സോൾവ് ചെയ്തത്. ഇവിടെ റോ ഉപയോഗിച്ചാണ് നമ്മൾ എലമെന്ററി ഓപ്പറേഷൻ ചെയ്തത് അല്ലെ? നമ്മൾ അങ്ങനെ ഡിറ്റർമിനന്റ് കേസിൽ നമുക്ക് റോ ഓപ്പറേഷനോ കോളം ഓപ്പറേഷനോ ഒന്നും ഇല്ല. നമ്മൾ റോ എടുക്കുകയാണെങ്കിലും കോളം ഉപയോഗിക്കാൻ കഴിയും. കാര്യം എന്താണ്? ഡിറ്റർമിനന്റ് കേസിൽ ഏതൊരു വാല്യൂ ഉപയോഗിച്ച് നമ്മൾ ഡിറ്റർമിനന്റിൽ ഏത് റോ ആണെങ്കിലും ഏത് കോളം ആണെങ്കിലും നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ സെയിം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. Now we are moving to our 7th question. എന്താണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ ഈക്വൽ ടു 1 - x³ ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിന്റെ വാല്യൂ 1 - x³ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ആൻസറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് 1 - x³ അല്ലെ? എന്താണിത്? ഇത് ഈക്വൽ ടു 1³ - x³ ആണ് അല്ലെ? 1³ - x³ നമുക്ക് എഴുതാനല്ലേ? എങ്ങനെ എഴുതുക? 1 - x * 1² + 1 × x + x². ഇങ്ങനെ എഴുതുക അല്ലെ? ഈക്വൽ ടു എന്താണ്? 1 - x * 1 + x + x². ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തായിരിക്കും വരിക? 1 - x³ ഈക്വൽ ടു എന്തായിരിക്കും? 1 - x * 1 + x + x². ഇങ്ങനെ ആയിരിക്കും വരിക അല്ലെ? ഇതായിരിക്കണം നമ്മളുടെ ആൻസർ കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഈ ഒരു ഡിറ്റർമിനന്റ് സോൾവ് ചെയ്ത് ഈ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്തിക്കണം. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഒന്നിനെ 0 ആക്കാനായിട്ട് ഒരു മാർഗമില്ല അല്ലെ? എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു റോയോ ഏതെങ്കിലും ഒരു കോളമോ സെയിം എലമെന്റ്സ് ആക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാട്രിക്സിനെ നമ്മുടെ ഡിറ്റർമിനന്റിനെ നമ്മൾ C1 ഞാൻ ചേഞ്ച് ചെയ്യുവാണ്. C1 changes to C1 + C2 + C3. നോക്കാം, C1 നെ ചേഞ്ച് എങ്ങനെയാണ്? 3 കോളം തമ്മിൽ കൂട്ടുകയാണ് അല്ലെ? ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എല്ലാം ഒരു എലമെന്റ് ഇടും അല്ലെ? എന്ത് കിട്ടും? 1 + x + x² എന്ന് പറഞ്ഞൊരു ടേം നമുക്ക് കിട്ടും. ഒരു ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ 1 + x + x² ആയിരിക്കും നമ്മുടെ C1 ന്റെ ചേഞ്ച്. എല്ലാ എലമെന്റ്സും അതുപോലെ തന്നെ 1 + x + x² എന്ന് വരും. തേർഡ് എലമെന്റ് 1 + x + x² എന്നാകും. ഓക്കെ ആണല്ലോ. ഇനി C2 ന് ചേഞ്ച് ഉണ്ടോ? C2 ന് ചേഞ്ച് ഇല്ല. C2 അതേപോലെ തന്നെ എഴുതുവാണ് x 1 x². C3 ക്ക് ചേഞ്ച് ഉണ്ടോ? C3 ക്കും ചേഞ്ച് ഇല്ല. അന്നേരം എന്തായിരിക്കും വരിക? x² x 1. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരാം. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിന്റെ ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെന്റ്സും സെയിം എലമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പുറത്തോട്ട് എടുക്കാം അല്ലെ? പുറത്തോട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? പുറത്തോട്ട് എടുക്കുമ്പോൾ 1 + x + x². 1 + x + x² എന്നൊരു ടേം നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിറ്റർമിനന്റ് നോക്കുക. 1 1 1
എക്സ് എക്സ് സ്ക്വയർ 1 എക്സ് എക്സ് സ്ക്വയർ 1 ആണല്ലോ. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു 1 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ, ദ ഹോൾ സ്ക്വയർ ആണ്. അതിൽ ഈ ഒരു ടേമിന്റെ സ്ക്വയർ ടേം ഇല്ലാത്ത ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് എന്ത് കിട്ടാനുണ്ട്? 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയറും വേണം, ഇനി 1 പ്ലസ് എക്സ് സ്ക്വയർ കൂടെ ഉണ്ട് അല്ലേ. ഇനി ഇപ്പൊ നോക്കാം, നമ്മളിപ്പോ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യൻസിന് അനുസരിച്ച് 1 1 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? മാക്സിമം എലമെന്റ്സിനെ 0 ആക്കുകയാണ്, മാക്സിമം 1നെ 0 ആക്കുകയാണ് ചെയ്തത് ആണല്ലോ. എന്നിട്ട് നമ്മൾ ചെയ്തത് എന്താണ് ഇവിടെ ചെയ്തത് വെച്ചാൽ, ഇവിടെ ഫസ്റ്റ് റോയിനെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി 2 റോസിനെ നമ്മൾ 0 ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 ഉം അതേപോലെ തന്നെ R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 നമ്മൾ കൊടുക്കാം. ഓക്കെ, R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 ഉം R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 ഉം ആണ് കൊടുക്കുക. നോക്കാം എന്തായിരിക്കും നമുക്ക് വരുന്നത് നോക്കാം അല്ലേ. നോക്കിക്കേ, R2 changes to R2 minus R1 which means 1 minus x വരും അല്ലേ. നമുക്ക് വേണ്ടത് 1 minus x തന്നെയാണ്. അതിനനുസരിച്ചാണ് നമ്മൾ എലിമെന്ററി ഓപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം 1 plus x square. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് അതേപോലെ തന്നെ എഴുതുക. ഇനി നമ്മുടെ ചേഞ്ചുകൾ കൊടുക്കാം. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, 1x square. നെക്സ്റ്റ് നോക്കുക, 1 minus 1 അല്ലേ, 0 ആയി. 1 minus x equal to 1 minus x, അതേപോലെ തന്നെ x minus x square. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് റോയുടെ ചേഞ്ച് എന്താണ്? R3 minus R1. then 1 minus 1 0 ആകും, x square minus x ആകും. then next എലമെന്റ് ഏതാണ്? 1 minus x square ആകും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്ന ഡിറ്റർമിനന്റ്. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. 1x plus x square കൊടുത്തു. നെക്സ്റ്റ് എന്താണ് വരിക നോക്കിക്കേ. then നമുക്ക് എക്സ്പാൻഡ് ചെയ്തു. സെക്കൻഡ് റോയിനെ തേർഡ് റോയിനെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്ന രീതിയിലോട്ടാക്കാം. 0 1 minus x. ഇവിടെ നോക്കുക, x minus x square, അതിന്റെ ഒരു x കോമൺ എടുത്താൽ എന്തായിരിക്കും വരിക? x കോമൺ എടുത്തു, ബാക്കി വരുന്നത് 1 minus x വരും അല്ലേ. ഓക്കെ ആണല്ലോ. 1 minus x into x എന്തായിരിക്കും? x minus x square തന്നെയാണ്, കറക്റ്റ് ഇത് തന്നെയായിരിക്കും വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് കോളം റോയിലെ 0 നമുക്ക് ആവശ്യം എന്തായിരുന്നു? 1 minus x ആണ് അല്ലേ. ഇവിടെ നോക്കിയാൽ x square minus x ആണ് വന്നിരിക്കുന്നത്. നമുക്ക് x minus x square ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 1 minus x എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു നെഗറ്റീവ് സൈൻ കോമൺ എടുത്തു, ബാക്കി നമുക്ക് എന്ത് വരും? x minus x square minus x minus x square എന്നാകും. ഓക്കെ ആണല്ലോ. മൈനസ് സൈൻ നമ്മൾ ഇങ്ങനെ കോമൺ എടുത്തു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇവിടെ എന്ത് വരും? 1 minus x square ആണ് വരുന്നത് അല്ലേ. എന്നാൽ 1 minus x into 1 plus x ആണ്. നമ്മൾ ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് സൈൻ കോമൺ എടുത്ത് എന്തിനാണ്? എന്താണ് നമുക്ക് വരേണ്ടത്? 1 minus x ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നെഗറ്റീവ് സൈൻ കോമൺ എടുക്കുമ്പോൾ നമുക്ക് ഇനി ഇവിടെ x കോമൺ എടുക്കുമ്പോൾ നമുക്ക് 1 minus x കിട്ടുമല്ലോ. അതിന് വേണ്ടി കേട്ടോ. അത് നോക്കാം, നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് എത്തിച്ചേരുവാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. 1 plus x square ഡിറ്റർമിനന്റ് 1x square 0 1 minus x നെ നമുക്ക് ഇനി സെക്കൻഡ് റോയിൽ നിന്ന് കോമൺ എടുക്കാലോ. 1 minus x നെ കോമൺ എടുക്കുമ്പോൾ 1 minus x into അവിടെ എന്ത് ബാലൻസ് വരും? 1 ഉണ്ട്, സെക്കൻഡ് തേർഡ് എലമെന്റ് x ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് റോ നോക്കാം. തേർഡ് റോയിൽ 0, അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? minus x into 1 minus x എന്ന് എഴുതാം അല്ലേ. നോക്കാം, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും x minus x square കിട്ടും. അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇതിനെ 1 minus x into 1 plus x. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് തേർഡ് റോയിൽ നിന്ന് കോമൺ എടുക്കാൻ നോക്കാം അല്ലേ. തേർഡ് റോയിൽ നോക്കാം. തേർഡ് റോയിൽ 1 minus x നമുക്ക് കോമൺ എടുക്കാം. നോക്കാം, 1 plus x square into 1 minus x. നേരത്തെ ഒരു 1 minus x ഉണ്ട്, തേർഡ് റോയിലെ 1 minus x കൂടെ വരും. ഓക്കെ ആണേ. into ഡിറ്റർമിനന്റ് നോക്കാം, 1x square 0 1x 0 1 minus x നെ നമ്മൾ കോമൺ എടുത്തു, ബാലൻസ് വരുന്നത് minus x ആണ്. 1 minus x കോമൺ പോയാൽ ബാക്കി വരുന്നത് 1 plus x ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാധാ ഡിറ്റർമിനന്റ് ചെയ്യുന്ന പോലെ സീറോസ് കൂടുതലുള്ള റോ ആണോ കോളം ആണോ അതിനനുസരിച്ച് ഡിറ്റർമിനന്റ് കാണുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓക്കെ 1 plus x square into 1 minus x into 1 minus x. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 minus x the whole square into 1 plus x square ഇങ്ങനെ എഴുതാലോ. ഓക്കെ, into ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമുക്ക് കാണാം.
നമുക്ക് ഫസ്റ്റ് കോളം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് കോളത്തിൽ രണ്ട് എലമെന്റ്സ് 0 ആണ്. അതുകൊണ്ട് തന്നെ 1 ഇൻറ്റു എന്താ വരിക 1 ഇൻറ്റു 1 പ്ലസ് എക്സ് എന്താണ് 1 പ്ലസ് എക്സ് ആണ്. 1 പ്ലസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ആണ് അല്ലെ പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഇങ്ങനെയാണ് വരിക. ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ 1 ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ അതായത് നമുക്ക് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ. ഇനി നോക്കിക്കേ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാമല്ലോ. which equal to എന്തായിരുന്നു നമ്മൾ പഠിച്ചത് 1 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ. നമ്മളിപ്പോ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ, ഒരു ബോക്സിൽ ഞാൻ ആദ്യം പറഞ്ഞത് 1 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബിന് നമുക്ക് 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്വയറിനെ നമുക്ക് ഇതുപോലെ എഴുതാം. ഓക്കെ ആണല്ലോ, നമുക്ക് അന്നേരം ഷോ ചെയ്യാനായിരുന്നു നമ്മൾ അതിനെ ഷോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്നേരം നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. റൈറ്റ് സൈഡിൽ 1 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് എന്നായിരുന്നു, അതിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ കോമൺ ആയിട്ട് എവിടെയെങ്കിലും നമുക്ക് ഒരു റോയോ കോളമോ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എല്ലാ കോളംസിനെയും നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് ഒരു സാധനം കോമൺ ആയിട്ട് കിട്ടി. ബാക്കി നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ നമ്മൾ മാക്സിമം 1നെ നമ്മൾ 0 ആക്കി അതിനുശേഷം സാധാരണ ഡിറ്റർമിനന്റ് വഴി ആൻസർ കണ്ടുപിടിച്ചു. മൂവിംഗ് ടു അവർ 8th ക്വസ്റ്റ്യൻ. എന്താണ്, നമുക്ക് ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ a ക്യൂബ് എന്നാണ് നമുക്ക് അറിയുന്നത്. a ക്യൂബ് എന്നാണ് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ, നോക്കാം. നമ്മൾ ഇത്ര നേരം ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ആദ്യം ചെയ്തത് ഏതെങ്കിലും ഒരു റോയിലെയോ കോളത്തിലെ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആക്കുവാണ് നോക്കുന്നത് അല്ലെ. സെയിം പോലെ ആക്കിയിട്ട് കോമൺ ആക്കാൻ നോക്കുന്നു. ദെൻ 1 1 1 എന്ന് വരുന്ന ശേഷം നമ്മൾ അതിനെ മാക്സിമം എലമെന്റ്സിനെ 0 ആക്കാനായിട്ട് നോക്കുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് തന്നെ മാക്സിമം എലമെന്റ്സിനെ 0 ആക്കാനാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ ആണോ, തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിൽ നിന്ന് തന്നെ മാക്സിമം എലമെന്റ്സിനെ 0 ആക്കാനായിട്ട് നോക്കാം. നമുക്ക് ഈ ഡിറ്റർമിനന്റിൽ നിന്ന് മാക്സിമം എലമെന്റിനെ 0 ആക്കുകയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തിൽ നിന്ന് ഏത് എലമെന്റിനെ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് വേറൊരു റോ വെച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആക്കാൻ കഴിയുമെന്ന് നോക്കാം. എങ്ങനെ 0 ആക്കാൻ പറ്റും നോക്കിക്കേ. നമുക്ക് ഈ 2a 0 ആക്കാൻ പറ്റും അല്ലെ. എങ്ങനെയാണ് 2 ഇൻറ്റു a ചെയ്താൽ മതി അല്ലെ. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, R2 ചേഞ്ചസ് ടു R2 മൈനസ് 2 ഇൻറ്റു R1 ചെയ്ത് നോക്കിക്കേ. ഒരു 2a നമുക്ക് 0 ആക്കാം അല്ലെ. അതേപോലെ തന്നെ R3നെ നമുക്ക് 0 ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, R3 ചേഞ്ചസ് ടു R3 മൈനസ് 3 ഇൻറ്റു R1 ആണല്ലോ. അതായത് നമുക്ക് R2ന്റെ എലമെന്റിനെയും R3യുടെ എലമെന്റിനെയും നമുക്ക് 0s ആക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, a പ്ലസ് b പ്ലസ് c. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് റോയിലെ എലമെന്റ് 2a മൈനസ് 2 ഇൻറ്റു R1. 2 ഇൻറ്റു R1 മീൻസ് 2a ആണ്. 2a മൈനസ് 2a ഈക്വൽ ടു 0 ആകും. സെക്കൻഡ് എന്താണ് 3a പ്ലസ് 2b. 3a പ്ലസ് 2b യിൽ നിന്ന് 2R1 ആണ് നമുക്ക് കുറയ്ക്കേണ്ടത് അല്ലെ. നോക്കിക്കേ, 3a പ്ലസ് 2b യിൽ നിന്ന് നമുക്ക് 2R1 ആണ് കുറയ്ക്കുക. 2 ഇൻറ്റു a പ്ലസ് b നമുക്ക് കുറയ്ക്കണം. ഓക്കെ ആണല്ലോ. വിച്ച് ഈക്വൽ ടു എന്താണ് 3a പ്ലസ് 2b മൈനസ് 2a മൈനസ് 2b ആണ് അല്ലെ. മൈനസ് 2b ക്യാൻസൽ ആകും. ബാക്കി 3a മൈനസ് 2a ഈക്വൽ ടു a ആകും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എലമെന്റ് ഏതാണ്, 4a പ്ലസ് 3b പ്ലസ് 2c മൈനസ് എന്താണ് 2 ഇൻറ്റു R1. 2 ഇൻറ്റു a പ്ലസ് b പ്ലസ് c ആണ്. ഓക്കെ ആണല്ലോ. അതായത് 4a മൈനസ് 2a എന്താകും 2a ആകും. 3b മൈനസ് 2b ഈക്വൽ ടു 1b വരും. അതുപോലെ തന്നെ 2c മൈനസ് 2c ഈക്വൽ ടു 0 വരും. വരുന്നതാണ് 2a പ്ലസ് b എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ തേർഡ് റോ എന്തായിരിക്കും വരിക, ഇതേപോലെ തന്നെ അല്ലെ. 3a മൈനസ് 3 ഇൻറ്റു R1 വിച്ച് ഈക്വൽ ടു 3a മൈനസ് 3a ഈക്വൽ ടു 0 ആകും. നെക്സ്റ്റ് 6a പ്ലസ് 3b മൈനസ് 3 ഇൻറ്റു R1. R1 ഈക്വൽ ടു a പ്ലസ് b ആണ്. ഓക്കെ ആണല്ലോ. 6a മൈനസ് 3a ഈക്വൽ ടു 3a ആണ് വരിക. അതേപോലെ തന്നെ 3b മൈനസ് 3b ഈക്വൽ ടു 0 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെ നമുക്ക് വരുന്നത് 3a എന്നാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഏതാണ്, ലാസ്റ്റ് എലമെന്റ് ആണ് 10a പ്ലസ് 6b
plus 3c minus 3 into a1 a plus b plus c ആണ്. ഓക്കെ 10a minus 3a equal to 7a വരും നമുക്ക്. അതേപോലെ തന്നെ 6b minus 3b equal to 3b കിട്ടും plus 3b എന്ന് കിട്ടും. അതേപോലെ 3c minus 3c equal to 0 ആകും. ഓക്കെ ആണല്ലോ. അന്നേരം നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ നമ്മൾ മാക്സിമം എലമെന്റിനെ 0 ആക്കാനാണ് നോക്കുക. നമുക്ക് ഒരു എലമെന്റിനെ കൂടെ നമുക്ക് 0 ആക്കാൻ പറ്റും അല്ലേ? ഓക്കെ ഈ 3a നെ നമുക്ക് 0 ആക്കാമല്ലോ. എങ്ങനെ 0 ആക്കാം? ഈ ഒരു സെക്കൻഡ് റോയിലെ a ഉപയോഗിച്ച് നമുക്ക് 3a നെ 0 ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? r3 changes to r3 minus 3 into r2 അല്ലേ? 3 into r2 ചെയ്യാൻ നമുക്ക് 3a നെ മൈനസ് 0 ആക്കാം അല്ലേ? ഇനി നമുക്ക് ആ ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്യാം. ആ ഓപ്പറേഷൻ എങ്ങനെ വരും? a plus b a plus b plus c. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നും ഇല്ല. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു ഇല്ല അല്ലേ? 0 a 2a plus b. ഇനി തേർഡ് റോയുടെ ചേഞ്ച് എന്തായിരുന്നു? r3 ൽ നിന്ന് 3r2 കുറയ്ക്കാണ്. 0 minus 3 0 which equal to 0 ആണ്. 3a minus 3a equal to 0 കിട്ടും. അതേപോലെ നമുക്ക് വേണ്ടതാണ് 7a plus 3b minus 3 into 2a plus b. ഓക്കെ ആണല്ലോ. which equal to 7a plus 3b minus 6a minus 3b. 3b cancel ആകും. ബാക്കി 7a minus 6a equal to a എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും എലമെന്റിനെ 0 ആക്കാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല അല്ലേ? ഇതിനകത്ത് ഒരു എലമെന്റിനെ നമുക്ക് ഇനി 0 ആക്കാൻ ഒക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നമ്മുടെ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നോക്കാം നമുക്ക് ഏത് റോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് കോളം ഉപയോഗിച്ച് ചെയ്യാം, വേണമെങ്കിൽ ലാസ്റ്റ് റോ ഉപയോഗിച്ചും ചെയ്യാം അല്ലെ? രണ്ടിലും 0 0 രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കോളം ഉപയോഗിച്ച് ചെയ്യുവാണ്. a into a square minus 0 into 2a equal to 0. നെക്സ്റ്റ് ബാക്കി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 0 കൊടുക്കേണ്ട ഇതിന്റെ ആവശ്യമില്ല അല്ലേ? ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. 0 into a നമ്പർ ഈക്വൽ ടു 0 ആണ്. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? a ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ ആണോ? നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തായിരുന്നു? a ക്യൂബ് എന്നായിരുന്നു അല്ലേ? ഇത് നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്തേക്കുന്നത് നമുക്കിവിടെ മാക്സിമം എലമെന്റ്സിനെ കോമൺ ആക്കി എടുത്ത് റോയിലോ കോളത്തിലോ കോമൺ ആക്കി എടുത്ത് നമുക്ക് പുറത്തോട്ട് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എലമെന്റ്സിനെ നമ്മൾ 0 ആക്കുകയാണ് ചെയ്തത്. മാക്സിമം എലമെന്റ്സിനെ 0 ആക്കാനായിട്ട് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് കോളത്തിലെ 2 എലമെന്റ്സിനെ 0 ആക്കി, അതിനുശേഷം സെക്കൻഡ് കോളത്തിലെ ലാസ്റ്റ് എലമെന്റ് നമ്മൾ 0 ആക്കി. എന്നാൽ നമുക്ക് സാധാരണ ഡിറ്റർമിനന്റ് ഉപയോഗിച്ചാൽ നമുക്ക് വാല്യൂസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. എന്റെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എക്സ് വൈ ഇസഡ് ആർ ഡിഫറെന്റ് ആണ് അല്ലെ? എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ മീനിങ്? എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട് ഈക്വൽ ടു ഇസഡ് എന്നാണ് കേട്ടോ. എക്സ് വൈ ഇസഡ് ആർ ഡിഫറെന്റ് മീൻസ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട് ഈക്വൽ ടു ഇസഡ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഷോ ദാറ്റ് 1 plus xy z is equal to 0 എന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് 1 plus xy z is equal to 0 ആണെന്ന് പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഷോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ഇത് നമ്മുടെ കണ്ടീഷൻസ് ആണ്. ഓക്കെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനിൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ? നമ്മുടെ ഡിറ്റർമിനന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. x square 1 plus x square y square 1 plus y square z square 1 plus z square. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം നമ്മുടെ തേർഡ് കോളത്തിലെ 2 എലമെന്റ്സിന്റെ സം ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലെ? തേർഡ് കോളത്തിലെ 2 എലമെന്റ്സിന്റെ സം ആണ്. നമ്മൾ അറിഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് ഏതെങ്കിലും ഒരു റോയിനെയോ കോളത്തിലെയോ എലമെന്റ്സിനെ 2ഓ അതിൽ കൂടുതലോ എലമെന്റ്സിന്റെ സം ആയി എഴുതുവാണെങ്കിൽ നമുക്ക് ആ ഡിറ്റർമിനന്റിനെ തന്നെ നമുക്ക് സം ആക്കി എഴുതാം അല്ലെ? എന്നിട്ട് നമുക്ക് ഇതിനെ 2 ഡിറ്റർമിനന്റ് ആക്കാലോ. എങ്ങനെയൊക്കെ ആക്കാൻ പറ്റുക? x square 1 y square 1 z square 1. ഓക്കെ അതിന്റെ ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഇതാണ്. സെക്കൻഡ് ഡിറ്റർമിനന്റ് ഏതാകും വരിക? x square രണ്ടാമത്തെ എലമെന്റ് x square y square y then z square അല്ലേ? z square. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ ഇനി ഇതിനെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം ഫസ്റ്റ് മെട്രിക്സിനെ നമ്മൾ അതേപോലെ തന്നെ അവിടെ വെച്ചു. x y z x square y square z square 1 1 1. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ മെട്രിക്സിലോട്ട് നോക്കാം. രണ്ടാമത്തെ ഡിറ്റർമിനന്റിലോട്ട് നോക്കാം. ഫസ്റ്റ് റോയിലോട്ട് നോക്കാം. ഫസ്റ്റ് റോയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ? എല്ലാ എലമെന്റ്സും എക്സിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? നമുക്ക് എക്സിനെ അവിടുന്ന് കോമൺ എടുക്കാം.
അതേപോലെ തന്നെ സെക്കൻഡ് റോയിൽ നമുക്ക് എന്തിനെങ്കിലും കോമൺ എടുക്കാവോ? ഒരു വൈനെ എടുക്കാം അല്ലെ, എല്ലാ എലമെന്റ്സും വൈയുടെ മൾട്ടിപ്പിൾ ആണ്. തേർഡ് റോയിൽ നിന്നോ എല്ലാം ഇസഡിന്റെ മൾട്ടിപ്പിൾ ആണ്, അതായത് നമ്മൾ ഇസഡിന്റെയും കോമൺ എടുത്തു. അങ്ങനെ നമുക്ക് വരുന്ന ഡിറ്റർമിനന്റ് എങ്ങനെയാ വരിക? 1x x സ്ക്വയർ. നെക്സ്റ്റ് y എടുത്തപ്പോൾ 1y y സ്ക്വയർ. നെക്സ്റ്റ് z എടുത്തപ്പോൾ 1z z സ്ക്വയർ. ഓക്കെ ആണല്ലോ, നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനിയിപ്പോ ചെക്ക് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് കിട്ടിയ മെട്രിക്സും ഫസ്റ്റ് കിട്ടിയ ഡിറ്റർമിനന്റും സെക്കൻഡ് കിട്ടിയ ഡിറ്റർമിനന്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ടല്ലേ, എലമെന്റ്സ് എല്ലാം സെയിം ആണ്, പക്ഷേ കോളം വന്നിരിക്കുന്നത് ഓർഡർ വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇവിടെ എക്സ് വൈ ഇസഡ് ആണ് ഫസ്റ്റ് കോളം എങ്കിൽ എക്സ് വൈ ഇസഡ് ഇവിടെ സെക്കൻഡ് കോളത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു ഫോമിലോട്ട് കൊണ്ടുവെത്താം. എങ്ങനെ എത്താൻ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡിറ്റർമിനന്റിന്റെ റോസിനെ ഇന്റർചേഞ്ച് ചെയ്ത റോകളെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താലും കോളങ്ങളെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താലും അതിന്റെ സൈൻ മാറും അല്ലെ, ഡിറ്റർമിനന്റിന്റെ സൈൻ മാറും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എന്റെ C1 ചേഞ്ചസ് ടു C3 കൊടുക്കുകയാണ്. C1 ചേഞ്ചസ് ടു C3 ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? C1 C3 ആക്കുകയാണ്. എന്താണ്? 1 1 1. C2 ചേഞ്ച് ഒന്നുമില്ല, x സ്ക്വയർ y സ്ക്വയർ z സ്ക്വയർ. C1 ചേഞ്ചസ് ടു C3 ആണ്, അന്നേരം x y z എന്ന ഫോമിലായി. അത് മാറ്റുമ്പോൾ നമ്മുടെ ഡിറ്റർമിനന്റ് ഒരു സൈൻ മാറുന്നുണ്ട് അല്ലെ, മൈനസ് സൈൻ. ഓക്കെ, പ്ലസ് എക്സ് വൈ ഇസഡ് ഇൻറ്റു നമ്മുടെ ആദ്യത്തെ മെട്രിക്സ് അതുപോലെ തന്നെ 1y y സ്ക്വയർ 1z z സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം, ഇപ്പോഴും നമ്മൾ അതേ ഫോമിലായോ? ആയിട്ടില്ല അല്ലെ. നമുക്ക് ഒരു ചേഞ്ച് കൂടെ വേണം. എന്താണ്? ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ അല്ലെ, ഇത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഒരു ഓപ്പറേഷൻ ഞാൻ കൊടുക്കുകയാണ്. എന്ത് ഓപ്പറേഷൻ കൊടുത്താൽ പറ്റും? C2 ചേഞ്ചസ് ടു C3 കൊടുത്താൽ മതി അല്ലെ. C2 ഇന്റർചേഞ്ച് വിത്ത് C3 കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു മൈനസ് സൈൻ ഓൾറെഡി ഉണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ ഒരു ഇന്റർചേഞ്ച് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൈനസ് സൈൻ കൂടെ വരും അല്ലെ. മൈനസ് മൈനസ് 1 1 1 x y z x സ്ക്വയർ y സ്ക്വയർ z സ്ക്വയർ ആകും. ഓക്കെ ആണല്ലോ. പ്ലസ് x y z into 1x x സ്ക്വയർ 1y y സ്ക്വയർ 1z z സ്ക്വയർ. ഓക്കെ, ഇപ്പൊ നമ്മുടെ രണ്ട് മെട്രിക്സും സെയിം ആയി. ഇവിടെ മൈനസ് മൈനസ് ചേർന്ന് ഇവിടെ ഒരു പ്ലസ് സൈൻ ആകും. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നോക്കുക, ഇത് ഒരു ടേമും ഇത് വേറൊരു ടേമും ആണ് അല്ലെ. രണ്ട് ടേം ആണ് ആണല്ലോ. അതിന് നമുക്ക് ഈ ഒരു ഡിറ്റർമിനന്റിനെ കോമൺ എടുക്കാമല്ലോ. രണ്ട് ടേം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിറ്റർമിനന്റിനെ കോമൺ എടുക്കാം. കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 1x x സ്ക്വയർ 1y y സ്ക്വയർ 1z z സ്ക്വയർ കോമൺ നമ്മൾ എടുത്തു ഇൻറ്റു ഇവിടെ നമ്മൾ ഈ ഒരു ഡിറ്റർമിനന്റിനെ കോമൺ എടുത്താൽ ബാക്കി നമുക്ക് വരുന്നത് 1 പ്ലസ് ഇവിടെ ബാക്കി വരുന്നത് x y z ആണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമുക്ക് തന്നിരുന്ന കണ്ടീഷൻ എന്തായിരുന്നു? ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഈക്വൽ ടു 0 എന്നാണ് തന്നിരുന്നത് അല്ലെ. എന്നിട്ട് നമുക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാമല്ലോ. ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇത്ര എത്തിയതാണ്. ഇത് ഈക്വൽ ടു 0 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതൊരു ഈക്വൽ ടു 0 നമ്മൾ കൊടുത്തു. ഇനിയിപ്പോ നമുക്കറിയാം a ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ a ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ b ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. a b ഈക്വൽ ടു 0 ആണെങ്കിൽ a ഈക്വൽ ടു 0 ഓർ b ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റും 1 പ്ലസ് x y z തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ഒന്നെങ്കിൽ നമ്മുടെ ഡിറ്റർമിനന്റ് x1 x സ്ക്വയർ 1y y സ്ക്വയർ 1z z സ്ക്വയർ എന്ന് പറഞ്ഞ മെട്രിക് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും, ഓർ 1 പ്ലസ് x y z ഈക്വൽ ടു 0 ആയിരിക്കും. ഇങ്ങനെയാണ് അല്ലെ. ഒന്നെങ്കിൽ ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കും. അങ്ങനെ വരും അല്ലെ. അന്നേരം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? 1 പ്ലസ് x y z ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആണല്ലോ. അങ്ങനെ ഇത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇത് നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. നമുക്കൊന്ന് നോക്കാം ഇതിന്റെ വാല്യൂ 0 ആണോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ എന്താണ്? 1x x സ്ക്വയർ 1y y സ്ക്വയർ 1z z സ്ക്വയർ എന്ന് പറഞ്ഞ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതിന്റെ ഒരു ഡിറ്റർമിനന്റ് കണ്ടതായിട്ട് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ?
ഉണ്ടാവും. കാര്യം എന്താണ്, നമ്മൾ പഠിച്ച അഞ്ചാമത്തെ ക്വസ്റ്റ്യനിനകത്ത് നമ്മൾ പഠിച്ച അതേതിനകത്ത് ABC എന്നതിന് പകരം ഇവിടെ XYZ ആണ് വന്നിരിക്കുന്നത് ആണേ. ഇതിന്റെ വാല്യൂ എന്താവും അതനുസരിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു എക്സാമിനാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ബാക്കി ആ ഒരു അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ബാക്കിയായിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം ഇതിന്റെ ആൻസർ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തതാണ്. X - Y, Y - Z, Z - X ആണ്. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കേട്ടോ. ABC പകരം XYZ കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇതിന്റെ വാല്യൂ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു XYZ ആർ ഡിഫറെന്റ്, വിച്ച് മീൻസ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, X, Y, Z ഡിഫറെന്റ് ആണെങ്കിൽ X നോട്ട് ഈക്വൽ ടു Y നോട്ട് ഈക്വൽ ടു Z ആണ് അല്ലേ. എന്നാലും നോക്കാം, X നോട്ട് ഈക്വൽ ടു Y ആണ്. അങ്ങനെയാണെങ്കിൽ X - Y എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 അല്ലേ. അതേപോലെ തന്നെ Y - Z എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. Z - X ഉം നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ ആണല്ലോ. ഇത് മൂന്നും കൂടെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തത് നോട്ട് ഈക്വൽ ടു 0 തന്നെ അല്ലേ. ഇതെന്താകും, നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. എന്നാൽ നമുക്ക് എന്തായിരുന്നു നമ്മുടെ ആദ്യം ചെയ്തപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ചെയ്തു വന്നപ്പോൾ എന്താണ് കിട്ടിയത്, ഒന്നെങ്കിൽ നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 ആണ്, അല്ലെന്നുണ്ടെങ്കിൽ 1 + XYZ = 0 ആണ് അല്ലെ. നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താണ്, ഈ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വിച്ച് ഇംപ്ലൈസ് 1 + XYZ = 0. ഓക്കെ ആണോ. ഏതെങ്കിലും ഒരെണ്ണം 0 അല്ലാന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്, 1 + XYZ = 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഷോ ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ തന്നിരുന്ന കണ്ടീഷൻസ് എന്താണ്, X, Y, Z ആർ ഡിഫറെന്റ് എന്നാണ് തന്നിരുന്നത്. അതെന്താണ്, X നോട്ട് ഈക്വൽ ടു Y നോട്ട് ഈക്വൽ ടു Z ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഒരു ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 തന്നിരുന്നു. നമുക്ക് ആ ഒരു വാല്യൂ 0 എന്നനുസരിച്ച് നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് ഒരു ഡിറ്റർമിനന്റ് പിന്നെ 1 + XYZ = 0 എന്ന് കിട്ടി. ഒന്നെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ 1 + XYZ = 0 ആയിരിക്കണം. ആ ഡിറ്റർമിനന്റ് വാല്യൂ 0 അല്ല നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. വേരിയബിൾസ് ഒന്ന് മാറി, ABCക്ക് പകരം XYZ ആയി മാറിയപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് അറിയാം. നോട്ട് ഈക്വൽ ടു 0 ആണ് എന്ന് ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടി. അതിനുശേഷം നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 + XYZ = 0 നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും.